എല്ലാവർക്കും നമസ്കാരം. അryavaishusworldലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആശമ്മയുടെ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മാമ്പഴ കൂട്ടാന് ഒരുപാട് അടിപൊളിയാന്ന് പറഞ്ഞ കമന്റ്സും ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം, അഭിപ്രായങ്ങളും പറയണേ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയോ? നല്ല ഇറച്ചി കറിയുടെ ടേസ്റ്റിലുള്ള കടച്ചക്ക കറിയാ. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വൈഷ്ണവിക്കുട്ടി പറഞ്ഞതുപോലെ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു കിടിലൻ കടച്ചക്ക കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ അതിന് ഇത്രയുള്ളൊരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ആ കടച്ചക്ക 4 മുറിച്ച് അതിൻ്റെ പുറംതൊലി വൃത്തിയായിട്ട് ചെത്തിക്കളയുക. പുറന്തൊലി മാത്രമല്ല കേട്ടോ, ഇത് വേണം കടച്ചക്കയുടെ നടുക്കുള്ള കൂഞ്ഞുകൂടി ചെത്തി വൃത്തിയാക്കണം. ഓരോ നാട്ടിലേക്ക് ഓരോ പേരാണ് പറയണേ. അങ്ങനെ ചെത്തി വൃത്തിയാക്കിയെടുത്ത കടച്ചക്ക കഷ്ണങ്ങളാണിത്. ഈ കഷ്ണങ്ങളെല്ലാം ഒന്നുകൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അതിന് ഇതുപോലെ നടുക്ക് ഒന്നുകൂടി മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് അരപ്പിൽ കിടന്ന് കഷ്ണങ്ങൾ വേവുമ്പോൾ അതിലെ മസാലയും എരിവും ഉപ്പും എല്ലാം ഈ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഓരോ കഷ്ണം കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ കടച്ചക്ക മുഴുവൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കാം. ഈ കടച്ചക്ക കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം ആ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക, ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടച്ചക്കയിൽ ചെറുതായിട്ട് പശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പോയി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് വേണം ഒരു അരമുറി തേങ്ങ നമുക്ക് ചിരകിയെടുക്കാം. ഒരു കടച്ചക്കയ്ക്ക് ഇത് വേണം ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തത് മതി വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരകിയെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് അഴുക്കെല്ലാം പോയി നമ്മുടെ കടച്ചക്ക കഷ്ണങ്ങൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളത്തിൽ അഴുക്ക് കണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ആ വെള്ളത്തിൽ വെക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഈ കടച്ചക്ക കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മതി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്ന സമയം കൊണ്ട് ഈ കടച്ചക്ക കഷ്ണങ്ങളൊന്ന് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടി നമ്മൾ തിരുമ്മി വയ്ക്കുന്നത്. ഒപ്പം ഇങ്ങനെ തിരുമ്മി വയ്ക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട്, കഷ്ണങ്ങളെല്ലാം ഒന്ന് സോഫ്റ്റ് ആവുകയും കൂടി ചെയ്യും. അപ്പോൾ എല്ലാ കഷ്ണവും നമ്മളൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം. ഒരു ഫുൾ കടച്ചക്കയ്ക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 അല്ലെങ്കിൽ 6 അല്ലി ചുവന്നുള്ളി, 2 പച്ചമുളക്, കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ, തേങ്ങ കൊത്താക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ, അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി, 3 അല്ലി കറിവേപ്പില. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ചെറിയ കഷ്ണങ്ങളായിട്ട്. ചെറിയുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, കറിവേപ്പില, നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് 2 വറ്റൽമുളക്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ തേങ്ങാക്കൊത്ത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് നടുക്ക് കീറി പച്ചമുളക്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് ചീനച്ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിം ആണെങ്കിൽ ഒട്ടും ആവാൻ ഒത്തിരി സമയം എടുക്കും. ഹൈ ഫ്ലെയിം ആണെങ്കിൽ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കാതെ. നമ്മൾ വെളിച്ചെണ്ണ എന്തിനാ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം ചേർത്തല്ല തേങ്ങ വറുത്തരച്ചെടുക്കുന്നത്, അരച്ചെടുക്കുന്നത്. ഈ ഒഴിച്ച വെളിച്ചെണ്ണയും ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിൽ നിന്ന് ഇച്ചിരി വരുന്ന വെളിച്ചെണ്ണയും, ആ വെളിച്ചെണ്ണയുടെ മോയിസ്റ്റിലാണ് നമ്മൾ വറുത്തരച്ച തേങ്ങ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഇതാണ് പാകം. ഈ പാകം വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് കരിഞ്ഞു പോകും, കാരണം പാത്രം നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതെങ്കിലും പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെയോ എടുത്ത് മാറ്റി ചൂടാറാൻ വേണ്ടി വയ്ക്കുക. നല്ല ചൂടനെ അരയ്ക്കരുത്, ഒട്ടും തണുത്ത് അരയ്ക്കരുത്. ഒരു ഇളം ചൂടോടുകൂടി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൊടിയൊക്കെ എടുത്ത് വയ്ക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെച്ചിരുന്നത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി ഇത് മഷി പോലെ അരച്ചെടുത്തു. വെളിച്ചെണ്ണ അതിൽ തെളിഞ്ഞെടുക്കുന്നത് കണ്ടോ? ഒട്ടും വെള്ളം നമ്മളിത് ചേർത്തിട്ടില്ല, അതിലുള്ള വെളിച്ചെണ്ണ തന്നെ അരച്ചെടുത്തതാണിത്. ഇങ്ങനെ അരച്ചെടുക്കുന്നതുകൊണ്ട് നമ്മളെ പണ്ടത്തെ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുപ്പത്തേക്ക് പാത്രം വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് ചുവന്ന മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് 2 എണ്ണം മുറിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇത്ര ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ചുവന്നുള്ളിയുടെ കളർ മാറുന്ന സമയമല്ലേ, ഒരു ചെറിയ ബ്രൗൺ കളറ് അത് വരുന്ന സമയം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചുവന്നുള്ളി ചെറിയൊരു ബ്രൗൺ കളറ് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങാക്കൊത്ത് മുരിഞ്ഞു വരുന്നത് വരെ ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അടുത്ത അടുപ്പിൽ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. അതെന്തിനാണ് പിന്നീട് പറയാം കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇളക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികൾ കരിഞ്ഞു പോയില്ലെങ്കിൽ. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതുവേണം ഇളക്കി കൊടുത്തിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, വറുത്തരച്ച അരപ്പ്, ആ അരപ്പ് നമ്മുടെ ഈ പൊടികളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചു. അപ്പം മിക്സിയിൽ കുറച്ച് നമ്മുടെ അരപ്പിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അതെല്ലാം ഈ തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പൊടികളും ഈ അരപ്പും എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരുന്നില്ലേ കടച്ചക്ക കഷ്ണങ്ങൾ, അതിട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടല്ലേ കടച്ചക്ക കഷ്ണങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അരപ്പ് എല്ലാ കഷ്ണങ്ങളിലേക്കും എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അരപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും പച്ചവെള്ളത്തിൽ കഷ്ണങ്ങൾ വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ തിളപ്പിച്ച വെള്ളത്തിൽ കഷ്ണങ്ങൾ വേവിക്കുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അഥവാ കുറുകിപ്പോയി നമുക്ക് ഇച്ചിരി കൂടി വെള്ളത്തിൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുവേണം തന്നെ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ എപ്പോഴും കഷ്ണം അരപ്പിൽ കിടന്ന് തിളച്ച് വേവുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അങ്ങനെ അരപ്പിൽ കിടന്ന് തിളയ്ക്കുമ്പം അതിലെ മസാലയും എരിവും ഉപ്പും എല്ലാം കഷ്ണത്തിലേക്ക് പിടിച്ച് നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അരപ്പിൽ കിടന്ന് തിളച്ച് വേവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ശരിക്കും തിള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഇത് തിളച്ച് കഷ്ണങ്ങൾ വേവും ഒപ്പം വെള്ളം വറ്റുകയും ചെയ്യും. അപ്പോൾ കഷ്ണങ്ങൾക്ക് നല്ല ടേസ്റ്റും നല്ലൊരു ഗ്രേവിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കഷ്ണം പാതി വേവായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയും എരിവൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ. ഇപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകിയിട്ടുണ്ട്. നല്ലൊരു ഇറച്ചിക്കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേ നോക്കി നന്നായിട്ട് കഷ്ണമൊക്കെ ശരിക്കും വെന്ത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തു. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് തുടങ്ങി. ശരിക്കും ഒന്ന് കുറുകി നല്ലൊരു കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് മാറ്റി വയ്ക്കാം. ടേസ്റ്റ് നോക്കി കുറച്ച് കറി ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ തീർത്തു കേട്ടോ. ബാക്കി കറി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് എടുത്ത് വയ്ക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും ബെസ്റ്റായി കറി. കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറും നല്ല സ്മെല്ലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ കടച്ചക്ക കറി റെഡി. നല്ല ഇറച്ചി കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിംഗ് ടൈമാണ്. എൻ്റെ ആശ പറയാതിരിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുണ്ട്. എരിവും ഉപ്പും മസാലയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്, പാകമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് കിട്ടിക്കാച്ചി. നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ.